മഞ്ജുഷയുടെ തേങ്ങൽ കൃത്യമായും ഹൈക്കോടതി കേൾക്കും എന്ന പ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് ജോൺ റാൽഫ്. കൃത്യമായി അവർ കൊടുത്തിരിക്കുന്ന തെളിവ് അത് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് പി ദിവ്യയുടെ ജാമ്യം റദ്ദാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് എത്തും എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയാണ്. അതിന് കാരണമാകുന്ന ഭൂമാഫിയയുമായി പി ദിവ്യ നടത്തിയിരിക്കുന്ന ഇടപാടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ കൃത്യമായും ഗീത IAS തയ്യാറാകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ മാത്രമല്ല, വ്യക്തമായ ക്ലിയർ സോളിഡ് എവിഡൻസ് ആയിരിക്കും പുറത്തു വരുന്നത്. പി ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം അഴിമതിയുടെ ഒരു കുംഭകോണം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അത് പുറത്തു കൊണ്ടുവരാൻ ഏറെ നിർണായകമായത് ഗീതയുടെ വ്യക്തമായ അന്വേഷണമാണ്. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഗീത IASനെ എന്തുകൊണ്ട് CPIM-ഉം കണ്ണൂർ മാഫിയയും ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ അവരെ സ്വാധീനിക്കാൻ കഴിയില്ല. അവർ വളരെ കർക്കശമായി തന്നെ ഈ പറയുന്ന അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന ഒരു വ്യക്തി, ടോപ്പ് ബ്യൂറോക്രസിയിലെ ഏറ്റവും മികച്ച ഒരു ബ്യൂറോക്രാറ്റ് തന്നെയാണ് ഗീത എന്ന് വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വെറും രാഷ്ട്രീയം കളിച്ചുകൊണ്ട്, SFI കളിച്ചുകൊണ്ട്, ചില നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റി ശശിയെ പോലുള്ളവരുടെ എല്ലാം പിന്തുണയോടുകൂടി ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പുകയുമ്പോൾ പി ദിവ്യ കൂടുതൽ കെണിയിലാകുന്ന സാഹചര്യമാണ്. കൃത്യമായും നവീൻ ബാബുവിൻ്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെല്ലുലാർ ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആത്മഹത്യയാണ് എന്ന് എങ്ങനെ തെളിയിച്ചു? ആത്മഹത്യ എന്ന് തെളിയിക്കാനുള്ള വെമ്പലായിരുന്നു പോലീസ് നടത്തിയത്. പോലീസിന് കൃത്യമായിട്ടുള്ള വിവരമൊന്നുമില്ലായിരുന്നു. എന്നിട്ടും അത് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചത് കൃത്യമായി ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. ജില്ലാ കളക്ടർ അരുൺ K. വിജയനാണ് ഈ കൊള്ളരുതായ്മയ്ക്ക് എല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ചത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്ന് കൃത്യമായി നവീൻ ബാബുവിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷയും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ കാര്യം കൂടി പരിഗണിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പലപ്പോഴും നീതിപീഠം കണ്ണടയ്ക്കുമ്പോൾ യഥാർത്ഥ അവകാശം, നീതിക്ക് വേണ്ടിയുള്ള അവകാശം ആ പോരാട്ടത്തിൽ അടിപതറുകയാണ് ശരിയുടെ പക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ മഞ്ജുഷയ്ക്ക് ആദ്യം പതറേണ്ടി വന്നുവെങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി നടക്കുകയാണ്. അന്വേഷണത്തിന് കൃത്യമായി ദിശാബോധം ഇല്ലാതെ എങ്ങനെയും ഒത്തുതീർപ്പാക്കാൻ, തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ച SIPയുടെ നടപടി പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. SIP പ്രതിക്കൂട്ടിലേക്കാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. പി ദിവ്യയ്ക്ക് വീണ്ടും കൂനിന്മേൽ കുരു എന്ന പോലെ അഴിമതി കേസുകൾ കൂടി ഒന്നിൻ്റെ പിറകെ ഒന്നാകെ വരികയാണ്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ അഴിമതി കേസ് കൂടിയാകുമ്പോൾ ആകെ അടപടലം പൂട്ട് വീണിരിക്കുകയാണ് പി ദിവ്യയ്ക്ക്.